ഇത് 2024 CHSL ക്വസ്റ്റ്യൻ ആണ്. സക്സസീവ് ഡിവിഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് സക്സസീവ് ഡിവിഷൻ ചെയ്യുമ്പോൾ 2, 3, 5, 7 വെച്ച് ചെയ്യുമ്പോൾ റിമൈൻഡർ 1, 4, 0, 5 ആണ് കിട്ടുന്നത്. Then what will be the sum of remainders if the same number is divided by 7, 5, 3, 2 ആണ് ചോദിച്ചിരിക്കുന്നത് സക്സസീവ്ലി ഡിവൈഡ് ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ എപ്പോഴും വേറെ അഡീഷണൽ നമ്പർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന കോഷ്യൻ്റ് 1 ആയിട്ട് നമ്മൾ 0യും കോഷ്യൻ്റ് ആയിട്ട് എടുക്കാറുണ്ട്, 1ഉം കോഷ്യൻ്റ് ആയിട്ട് എടുക്കാറുണ്ട്. ഓക്കെ, 1 കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. 1 കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, 2, 3, 5, 7 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. റിമൈൻഡർ 1 ഉണ്ട്, 4 ഉണ്ട്, 0 ഉണ്ട്, 7 ഉണ്ട്, 0 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ വേറൊരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ 1 കൺസിഡർ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാൻ 1 ഇനിഷ്യലി ഉള്ള നമ്മുടെ റിമൈൻഡറായിട്ട് കോഷ്യൻ്റ് ആയിട്ട് എടുക്കുകയാണ്, ഏറ്റവും അവസാനത്തെ കോഷ്യൻ്റ്. അപ്പോൾ ഇവിടെ 12 വരും. ദെൻ 15 × 12 പ്ലസ് 0 ആയിരിക്കും അടുത്ത വരാൻ പോകുന്നത് 60. ദെൻ 60 × 3 പ്ലസ് 4 184. ദെൻ 184 പ്ലസ് 1 368, 369 ആയിരിക്കും നമ്മുടെ നമ്പർ വരാൻ പോകണം. 369 ആയിരിക്കും നമ്പർ വരാൻ പോകണം. ഇനി 369-നെ 7ഉം 5ഉം 3ഉം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കോഷ്യൻ്റാണ് വരുന്നതെന്നാണ് റിമൈൻഡർ എത്ര വരുന്നതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം 5 പ്രാവശ്യം പോവും. 5 പ്രാവശ്യം പോയി കഴിയുമ്പോൾ 35, ബാക്കി പോയിട്ട് 19. 19-ൽ 2 പ്രാവശ്യം പോവും, 14, 5. ഫസ്റ്റ് വരുന്ന റിമൈൻഡർ 5. ഓക്കെ, ദെൻ നമ്മൾ സക്സസീവ് ഡിവിഷൻ ചെയ്യുന്നവർക്കറിയാം, അടുത്ത ഈ കോഷ്യൻ്റിനെയാണ് നമ്മൾ അടുത്ത നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടത്. അടുത്ത ഈ കോഷ്യൻ്റിനെയാണ് അടുത്ത നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടത്. 52-നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് 5 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 50 വരെ പോകും, ബാക്കി പോയിട്ട് 2 റിമൈൻഡർ വരും. അടുത്ത ഇനി 10-നെയാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അടുത്ത നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടത്. 10-നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 വരെ പോകും, ബാക്കി പോയിട്ട് 1 റിമൈൻഡർ. ഓക്കെ, അടുത്ത ഇനി ഈ കേസിൽ 3-നെയാണ് അടുത്ത നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടത്. 3-നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. ഓക്കെ, 1 റിമൈൻഡർ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ 1 ആണ് അടുത്ത കേസിൽ റിമൈൻഡർ വന്ന്. നമ്മുടെയൊക്കെ ചോദിച്ചിരിക്കുന്നത് സം ഓഫ് റിമൈൻഡേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സം ഓഫ് റിമൈൻഡേഴ്സ് 5ഉം 2ഉം 1ഉം 1ഉം 9 ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിങ്ങനെ ഇതിൻ്റെ തിയറി സെക്ഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം.